നമസ്കാരം. വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു വിവാദം ഇപ്പോൾ വീണ്ടും ഉയർന്ന നിർണായക ചോദ്യങ്ങൾ. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെയും UDF-നെയും പ്രതിക്കൂട്ടിലാക്കിയ ആരോപണങ്ങളുടെ അടിത്തറ എത്രത്തോളം വിശ്വാസയോഗ്യമായിരുന്നു? ആരോപണങ്ങൾക്കപ്പുറം നടന്നത് രാഷ്ട്രീയ അട്ടിമറിയായിരുന്നു. ഇന്ന് കേരളം വീണ്ടും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിക്കുകയാണ്. സോളാർ കേസ് എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലേക്ക് വരുന്നത് ഒരു സാമ്പത്തിക തട്ടിപ്പല്ല, മറിച്ച് അതിന്റെ പേരിൽ കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കപ്പെട്ട അതിശക്തമായ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റാണ്. 2013 തട്ടിപ്പ് കേസായി തുടങ്ങിയ സംഭവം പിന്നീട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള UDF നേതാക്കൾക്കെതിരായ ഗുരുതര ആരോപണങ്ങളിലേക്ക് വഴിമാറി. ആ ആരോപണങ്ങൾ മാധ്യമ തലക്കെട്ടുകളും രാഷ്ട്രീയ പ്രചരണങ്ങളും നിറച്ചുവെങ്കിലും വർഷങ്ങൾ പിന്നിടുമ്പോൾ ഉയരുന്നത് മറ്റൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തലാണ്. ആരോപണങ്ങൾ ഉയർത്തിയവരും അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചവരും പറഞ്ഞ കഥ മുഴുവൻ സത്യമാണോ? ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ആ ചർച്ചയെ കൂടുതൽ ശക്തമാക്കുകയാണ്. ജയിലിൽ നിന്ന് എഴുതിയതായി പറയപ്പെടുന്ന പരാതിക്കാരിയുടെ കത്തിലെ പേജുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള മുൻ ജയിൽ സൂപ്രണ്ടിന്റെ വെളിപ്പെടുത്തലുകൾ കേസിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് പുതിയ സംശയങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന കത്തിലും പിന്നീട് അന്വേഷണ രേഖകളിൽ പ്രത്യക്ഷപ്പെട്ട കത്തിലും വ്യത്യാസമുണ്ടായിരുന്നുവെന്ന വാദം സാധാരണ കാര്യമല്ല. കാരണം കേരള രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിച്ച പല ആരോപണങ്ങളും ഈ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. UDF നേതാക്കൾ ആരും തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് കാട്ടി സോളാർ പീഡന കേസ് പരാതിക്കാരി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ പരാതിയായി കൊടുത്ത കത്ത് അന്നത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിൽ സൂപ്രണ്ട് നസീറ ബീവി തിരിച്ചറിഞ്ഞു. കേസിലെ സാക്ഷിയായി കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ER അർജുൻ രാജ് മുൻപാകെ ഹാജരായാണ് തിരിച്ചറിഞ്ഞത്. കത്തിൽ രേഖപ്പെടുത്തിയ ഒപ്പ് തന്റേതാണെന്നും നസീറ ബേബി മൊഴി നൽകി. എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശപ്രകാരം സോളാർ പീഡന കേസ് അതിജീവിത അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് പരാതി എഴുതിയത് നസീറ ബേബിയുടെ സാന്നിധ്യത്തിലായിരുന്നു. 4 പേജുള്ള പരാതിയിൽ നസീറ ബേബി സാക്ഷിയായി ഒപ്പിടുകയും ചെയ്തു. പരാതി കോടതിയിൽ എത്തിച്ചതും നസീറ ബേബിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഈ കേസിലെ പരാതിയെ തുടർന്നാണ് കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം ടൗൺ നോർത്ത് പോലീസ് ബിജു രാധാകൃഷ്ണൻ, നടി ഷാലു മേനോൻ എന്നിവർക്കെതിരെ കേസെടുത്തത്. പത്തനംതിട്ട മുൻ ജയിൽ സൂപ്രണ്ട് സജീവനും ഇന്നലെ ഹാജരായെങ്കിലും മൊഴി രേഖപ്പെടുത്തിയില്ല. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയായ സോളാർ പീഡന കേസ് അതിജീവിതയും മുൻ മന്ത്രി KB ഗണേഷ് കുമാറും പ്രതികളായ സോളാർ ഗൂഢാലോചന കേസിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. സോളാർ പീഡന കേസിലെ പരാതിക്കാരി സോളാർ അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്തിൽ 4 പേജ് കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ച് അഡ്വക്കേറ്റ് സുധീർ ജേക്കബ്, അഡ്വക്കേറ്റ് ജോളി LX മുഖേന ഫയൽ ചെയ്ത ഹർജിയിലാണ് നടപടികൾ. കേസ് അടുത്ത മാസം 15-ന് കോടതി വീണ്ടും പരിഗണിക്കും. കേസിലെ സാക്ഷികളായ ബെന്നി ബെഹനാൻ MP, മുൻ മന്ത്രി KC ജോസഫ് എന്നിവരുടെ മൊഴി കോടതി രേഖപ്പെടുത്തും. തന്റെ പേര് ചേർത്ത് പല രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും കഥകൾ പലരും മെനയുന്നതായും ആ കഥകളും വാർത്തകളും എല്ലാം തന്നെ വാസ്തവവിരുദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിക്കുന്നതായും സോളാർ കേസിലെ പരാതിക്കാരി കോടതിയിൽ ഹാജരാക്കിയ കത്തിൽ പറയുന്നുണ്ട്. 2013 ജൂൺ 6-ന് സോളാർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുമ്പോഴാണ് കത്തെഴുതിയത്. ബിജു രാധാകൃഷ്ണൻ തന്റെ പേരും ചേർത്ത് തുടങ്ങിയ ടീം സോളാർ റിന്യൂവൽ എനർജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ പങ്കില്ല എന്നും കത്തിൽ പറയുന്നുണ്ട്. ബാങ്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും നടത്തിയത് ബിജുവാണ്. ബിജു രാധാകൃഷ്ണനും ഷാലു മേനോനും ചേർന്ന് പണം ചെലവാക്കിയെന്നും സോളാർ പദ്ധതിക്കായി പലരിൽ നിന്നും വാങ്ങിയ പണം തിരികെ നൽകിയില്ല എന്നും കത്തിൽ പരാമർശമുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും കത്തിൽ പരാമർശമില്ല. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകിയ, അഴിമതി ആരോപണങ്ങളിൽ നിന്ന് വ്യക്തിപരമായി വലിയ തോതിൽ വിമർശനം നേരിട്ടിട്ടില്ലാത്ത ഒരു നേതാവിന്റെ ചിത്രമാണ് കാണുന്നത്. എന്നാൽ സോളാർ കേസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ആക്രമണമായി മാറി. ആരോപണങ്ങൾ ഉയർന്ന നിമിഷം മുതൽ വിചാരണ തുടങ്ങുന്നതിന് മുൻപേ തന്നെ പൊതുസമൂഹത്തിന്റെ ഒരു വിഭാഗത്തിൽ കുറ്റവാളിയുടെ പ്രതിച്ഛായ അദ്ദേഹത്തിന് സൃഷ്ടിക്കപ്പെട്ടു. ഈ വിമർശനം കോൺഗ്രസ് നിരന്തരം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ശ്രദ്ധേയമാണ്. UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും ഭരണ നേട്ടങ്ങളിൽ നിന്ന് പൊതുചർച്ചയെ മാറ്റി നിർത്താനും സോളാർ വിഷയം പ്രധാന ആയുധമായി പ്രതിപക്ഷം ഉപയോഗിച്ചുവെന്ന വാദം കോൺഗ്രസ് നേതാക്കൾ വർഷങ്ങളായി ആവർത്തിച്ചു. ആരോപണങ്ങൾ ഉയർന്നതോടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ചർച്ചയായത് വ്യക്തിപരമായ ആരോപണങ്ങളായിരുന്നു. ഇന്ന് പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സോളാർ കേസിനെ വീണ്ടും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ആരോപണങ്ങളുടെ രാഷ്ട്രീയ ആഘാതം ഉമ്മൻചാണ്ടിക്കും UDF-നും വലിയ നഷ്ടമുണ്ടാക്കി. എന്നാൽ ആ ആരോപണങ്ങളുടെ അടിത്തറ എത്രത്തോളം ഉറപ്പുള്ളതായിരുന്നു എന്ന ചോദ്യം ഇന്നും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. വർഷങ്ങൾക്കിപ്പുറം ഉയരുന്ന ഓരോ പുതിയ വിവരവും ഒരു രാഷ്ട്രീയ വിവാദത്തിന്റെ പിന്നിലെ യഥാർത്ഥ കഥയെ വീണ്ടും അന്വേഷിക്കാൻ കേരളത്തെ നിർബന്ധിതമാക്കുകയാണ്.
സോളാർ കേസ് അവസാനിച്ചിട്ടില്ല. ആരോപണങ്ങളുടെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെയും സത്യാന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ കോടതിയിൽ ഈ കേസിന്റെ അവസാന വിധി എഴുതപ്പെടാനുള്ളത് ഇനിയും ബാക്കിയാണെന്ന് തന്നെ പറയാം.